അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിൾഡും ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പെയ്ഡും സംയുക്തമായി നിരാമയ ഇൻഷുറൻസ്, ലീഗൽ ഗാർഡിയൻഷിപ്പ് എന്നിവയെക്കുറിച്ച് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഏറ്റുമാനൂർ സാന്റ് ജോസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പഠന ക്ലാസ് സംസ്ഥാന ചെയർമാൻ ഫാദർ റോയ് വടക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പുതിയ ഒരു ഉത്തരവ് പ്രകാരം 18 വയസ്സ് മുതലുള്ളവർക്ക് മാത്രമാണ് ലീഗൽ ഗാർഡിയൻഷിപ്പ് എടുക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് സൂചിപ്പിച്ചുകൊള്ളൂ. എനിക്ക് പറയാനുള്ളത്, ലീഗൽ ഗാർഡിയൻഷിപ്പ് കൊടുക്കുന്നത് ഈ ജില്ലയിൽ അതിന് ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. എന്നാൽ ഞാൻ കൺവീനർ ആണ്. പിന്നെ ഞാൻ സഹായിക്കാൻ എൻ്റെ കൂട്ടത്തിലുണ്ട്. കളക്ടറാണ് നൽകുന്നത് എങ്കിലും കളക്ടർക്ക് ശുപാർശ കൊടുക്കുന്നത്, കളക്ടർക്ക് കത്ത് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന ശുപാർശ പ്രകാരം. പറയാനുള്ള കാര്യം, എല്ലാ മാതാപിതാക്കളും 18 വയസ്സ് കഴിഞ്ഞുള്ള നമ്മുടെ 4 വിഭാഗത്തിലുള്ള മെന്റലിറ്റി, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡിസബിലിറ്റി, ഈ 4 കാറ്റുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നിർബന്ധമായി ലീഗൽ ഗാർഡിയൻഷിപ്പ് എടുക്കണം. ഏതൊരു കാര്യത്തിലും ഇത് ആവശ്യമാണെന്ന് അറിയാം. ഒരാവശ്യം വരുമ്പോൾ നിങ്ങൾ ചെന്നാൽ ചിലപ്പോൾ മാസമോ അല്ലെങ്കിൽ മാസങ്ങൾ ചിലപ്പോൾ വീണ്ടും പോയെന്ന് വരും. അതിന് നിങ്ങൾ ആരുടെ അടുക്കൽ ഒരു ശുപാർശയ്ക്ക് പോകേണ്ട കാര്യമില്ല. ചിലർ അഡ്വക്കേറ്റിനെ പോകുന്നു, ചിലർ മറ്റു പലരെയും ഒരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് സംഖ്യയെ ഒന്ന് വിളിച്ചാൽ മതിയാകും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് പറഞ്ഞുകൊള്ളും. വളരെ ഈസിയായി ഒറ്റ പൈസ മുടക്കില്ലാതെ ലീഗൽ ഗാർഡിയൻഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കും. ജില്ലാ പ്രസിഡന്റ് മുരളി വേങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്ററും സാന്റ് ജോസ് സ്കൂൾ പ്രിൻസിപ്പലുമായ സിസ്റ്റർ അനുപമ മുഖ്യപ്രഭാഷണം നടത്തി. നാഷണൽ ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ സണ്ണി ജോസഫ് പഠന ക്ലാസിന് നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി ടോമി ജോസഫ്, സംസ്ഥാന ട്രഷറർ ജെന്നി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നിരാമയ ഇൻഷുറൻസ് തുക 1999 നിശ്ചയിച്ച 1 ലക്ഷം രൂപയാണ്. ഇത് 5 ലക്ഷം രൂപയായി ഉയർത്തണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ 4 വിഭാഗത്തിൽപ്പെട്ടവർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഇൻഷുറൻസ് പദ്ധതിയാണിത്. നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന വ്യക്തികൾക്ക് നിയമപരമായ രക്ഷകർത്താവിനെ നിശ്ചയിച്ചു നൽകുന്ന പദ്ധതിയാണ് ലീഗൽ ഗാർഡിയൻഷിപ്പ് പദ്ധതി. 2 പദ്ധതികളും കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു.